Dear students, Tech for Mathsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ +1 ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ ഫംഗ്ഷൻ എന്ന സെക്ഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇപ്പോൾ റിലേഷൻ പഠിച്ചെങ്കിൽ ഫംഗ്ഷനും നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് ഞാൻ എക്സാമ്പിൾ കൂടി തന്നെ ഞാൻ ഫംഗ്ഷൻ എന്താണ് പറയാൻ പോയാണ്. കൺസിഡർ ദ റിലേഷൻ R is equal to set ordered pair xy such that y is equal to x square plus 1, x belongs to A and y belongs to B, where A is equal to set 0, 1, 2, 3 and B is equal to set 1, 2, 3, 5, 10 എന്ന് പറയുന്ന നമ്മൾ റിലേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു റിലേഷൻ തന്നെയാണിത്. ഇതിൻ്റെ റോസ്റ്റർ ഫോം ഒക്കെ നമുക്കറിയാം. ഇതനുസരിച്ച് ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്. ഈ റിലേഷൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ റോസ്റ്റർ ഫോം നമുക്ക് എഴുതാം. നമുക്ക് നോക്കിയാൽ മതി. ഇവിടുത്തെ പ്രത്യേകത സെക്കൻഡ് എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് സ്ക്വയറിനോട് 1 കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എക്സിന് കൊടുക്കുന്ന ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തേക്ക് നോക്കണം. എയിൽ നിന്ന് ബിയിലോട്ടാണ്. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് എലമെൻറ്റ് എയിലാണ്, സെക്കൻഡ് എലമെൻറ്റ് ബിയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് കൊടുക്കേണ്ടത് എപ്പോഴും എയിൽ നിന്നായിരിക്കണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബിയിൽ നിന്നും ഒരു എലമെൻറ്റ് കിട്ടും. അതാണ് അവിടെ പേരായിട്ട് എഴുതിയാൽ മതി. ഇവിടുത്തെ എയിലെ ഫസ്റ്റ് എലമെൻറ്റ് വന്നത് 0 ആണ്. ഇപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്കറിയാം y എന്ന് പറയുമ്പം 0² + 1 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓർഡേഡ് പെയർ 0, 1 ആണെന്ന് പറയാം. അപ്പോൾ അടുത്ത എക്സിന് കൊടുക്കേണ്ടത് 1 ആണ്. 1 കൊടുക്കുമ്പോൾ ഇത് 2 ആണെന്ന് കിട്ടും. അതുപോലെ 3 കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 5 ആണ്. അപ്പോൾ 2, 5 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ കിട്ടും. 3 കൊടുക്കുമ്പോൾ ഇവിടെ 10 ആണ് കിട്ടുന്നത്. അപ്പോൾ 3, 5 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ കിട്ടി. നമുക്കിങ്ങനെ അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാവുന്നതാണ്. ഇനി ഈ റോസ്റ്റർ ഫോം ഇത് നമ്മൾക്ക് നേരത്തെ ഞാൻ റിലേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ഇതിൻ്റെ ആരോ ഡയഗ്രം നമുക്ക് ചെക്ക് ചെയ്യാം. ആരോ ഡയഗ്രം വരുമ്പം നമുക്ക് അറിയാം ആരോ ഡയഗ്രം എന്താണെന്ന് അറിയാം. ഒരു റിലേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രകൃതിയാണ് നമ്മൾ ആരോ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരോ ഡയഗ്രം വരച്ചു. നമുക്കറിയാം ഇവിടെ നിന്ന് 0യിൽ നിന്നും 1ലോട്ടാണ്, 1ൽ നിന്നും 2ലോട്ട്, 2ൽ നിന്ന് 3 ആണ്, 3 to 10 ആണ്. ഇപ്പം ഇത് നോക്കിയാൽ അറിയാം എയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആയിരുന്നു. അപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിൽ നിന്നും എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇമേജ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻ്റ് ഉണ്ടെന്ന് പറയാം. നമ്മൾ റിലേഷൻ പറയുമ്പോൾ പറഞ്ഞാണ് ഇമേജ് എന്താണെന്നൊക്കെ. ഇവിടെ സെക്കൻഡ് എലമെൻറ്റ് റിലേഷനിൽ നമ്മൾ റോസ്റ്റർ ഫോമായിട്ട് എഴുതുകയാണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എയിലെ ഓരോ എലമെൻറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് എവിടെയുണ്ട്, ബിയിലുണ്ട്. ഈ റിലേഷൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫങ്ഷൻ? നമുക്ക് പറയാം ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിൽ നിന്നും 1 and only 1 ഇമേജ് കാണണം, അല്ലെങ്കിൽ 1 and only 1 ഈ എലമെൻറ്റ് കാണണം. എന്ന് വെച്ചാൽ എയിലെ എല്ലാ എലമെൻറ്റ്സിൽ നിന്നും ആരോ മാർക്ക് പോകണം. അത് 1 and only 1 ഇമേജ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ 0യ്ക്ക് 2 ഇമേജ് വരാൻ പാടില്ല. ഇപ്പോൾ 0 1ലോട്ടും 0 3ലോട്ടും പോകാൻ പറ്റത്തില്ല. അത് നമുക്ക് ഫങ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞ ഒരു only 1 and 1 ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, എയിൽ നിന്ന് ബിയിലോട്ടൊരു റിലേഷൻ അത് ഫങ്ഷൻ ആവണമെങ്കിൽ ഇഫ് എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ ബി എന്ന് പറയും. യുണീക്ക് ഇമേജ് എന്ന് മീൻസ് 1 and only 1 ഇമേജ് ഇൻ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഫങ്ഷനെ ഓർത്തിരിക്കേണ്ട കാര്യം. ഇതാണ് ഫങ്ഷൻ ഈസ് ഓൾസോ എ റിലേഷൻ. ആ റിലേഷൻ ആ പ്രത്യേകത ഇതാണ്, എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ ബി, അല്ലെങ്കിൽ എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് only 1 and only 1 ഇമേജ് ഇൻ ബി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ റിലേഷൻ പഠിച്ചപ്പോൾ ഡൊമൈനും റേഞ്ചും ഒക്കെ പറഞ്ഞാൽ അതേപോലെ ഇവിടെയും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അപ്പോൾ ഈ
ഫങ്ഷൻ വരുമ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ സെറ്റായിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ റിലേഷനിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ് സെറ്റ് അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഹോൾ സെറ്റ് എക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എയിലെ എല്ലാ എലമെന്റ്സിൽ നിന്നും ബിയിൽ നിന്നും കറസ്പോണ്ടിങ് എലമെന്റ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡൊമെയിനിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ആയിരിക്കും, കോഡൊമെയിൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് ആയിരിക്കും, സെറ്റ് ഓഫ് ഇമേജസ് അതാണ് മുമ്പ് നമ്മൾ പറഞ്ഞില്ലയോ 1, 2, 5, 10 ഇതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേഷനിലെ ഡൊമെയിനും ഫങ്ഷണൽ ഡൊമെയിനും വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം അതുപോലെ. ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പറയാം 1, 2, 3, 5, 3, 10 എന്ന് പറയാം. കോഡൊമെയിൻ ചോദിച്ചാൽ എന്ത് പറയാം 1, 2, 3, 5, 10 ദ ഹോൾ സെറ്റ് ബി തന്നെയാണ്. അപ്പോൾ നമ്മൾക്കിവിടെ റിലേഷൻ പഠിച്ച കൂട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും പറയുന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡൊമെയിൻ എന്ന് പറയുന്നത് ദ ഹോൾ സെറ്റ് എ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. ഫങ്ഷൻസ് മുമ്പേ പറഞ്ഞതാണ്. A relation f from a set A to a set B is said to be a function if every element of A has one and only one image in the set B. The function f from A to B is noted by നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് എഫ് ഇത് വായിക്കുന്നത് എഫ് സച്ച് ദാറ്റ് എഫ് ഫ്രം ഇത് റീഡ് ചെയ്യുന്നത് എഫ് ഫ്രം എ ടു ബി. എഫ് ഫ്രം എ ടു ബി ഇതാണ് ഇസ് എ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് ഫ്രം എ ടു ബി എന്ന് നമ്മളിതിനെ റീഡ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ ഒരു എലമെൻ്റ് എടുക്കുക എക്സ് വൈ ബിലോങ്സ് ടു ആ ഫംഗ്ഷനിൽ എടുക്കുന്നു. ഫംഗ്ഷൻ റിലേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഫംഗ്ഷനിൽ എടുക്കുന്നു എങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാം. എന്ന് വെച്ചാൽ എക്സിൻ്റെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ് ഈ വൈ എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയാം, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5 എന്ന് പറയാം, എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് തൊട്ട് ഈ ഫംഗ്ഷനിൽ എക്സ് വൈ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ അതിനെ നമുക്ക് ഫംഗ്ഷനായിട്ട് വൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നോ അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നോ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ പറയാം വൈ is called the image of x under the function f and x is called the pre-image of y എന്ന് പറയാം. അത് റിലേഷൻ പറഞ്ഞതിലൂടെ തന്നെയാണ് നമ്മൾ എഴുതുമ്പോൾ എക്സിനെ വൈയുടെ പ്രീ ഇമേജ് എന്നും വൈയെ എക്സിൻ്റെ ഇമേജ് എന്നും നമ്മൾ പറയുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഫംഗ്ഷൻ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ ഡൊമെയിനും റേഞ്ച് സെയിം ആണ്, അങ്ങനെയും വരാം. അടുത്ത അതിൻ്റെ ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. if f is a function a set A to set B, then the second element is called image of the first element. The set A is called the domain of the function f. The set of all second elements in a function is called the range of the relation എന്ന് പറയാം. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാലും മതി. The whole set B is called the codomain of the function f എന്ന് പറയാം. പിന്നെ നമുക്കറിയാവുന്നതാണ് റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ എന്ന് പറയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ പറയുന്ന എയും ബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിയൽ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റായിട്ട് വരാം. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഫ്രം ആർ ടു ആർ എന്നൊക്കെ കാണുമെന്ന് വെച്ചാൽ റിയൽ നമ്പർ ടു റിയൽ നമ്പർ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു റിയൽ ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ എഫ് ഫ്രം എൻ ടു ആർ, എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ടു ആർ, എൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് സബ്സെറ്റാണ്, ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഒന്നെങ്കിൽ റിയൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളായിട്ട് വരികയാണെങ്കിലാണ് റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. Examine each of the following relations given below and state in each case giving reason whether it is a function or not. ഇപ്പോൾ താഴെ പറയുന്ന റിലേഷൻസ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക, റീസൺ കൊടുക്കുക. അല്ലെങ്കിലും അതിന് റീസണോടെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഇതാണ്.
ഒന്നാമത് പറയുന്ന R is equal to സെറ്റ് ഓർഡർ ബൈ 2 1 3 1 4 2. നമുക്ക് ഇതേപോലെ റോസ്റ്റർ ഫോം തന്നാൽ അത് ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമാണ്. ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റിന് 2 ഇമേജ് വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എടുക്കാം 2 1 3 1 4 2. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, 3 ആണ്, 4 ആണ്. ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫങ്ഷൻ എന്ന് പറയാം. സെക്കൻഡ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എയിലെ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന എയിലെ 2 എലമെൻറ്റ്സിന് ഒരേ ഇമേജ് വരാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എയിലെ 2 എലമെൻറ്റ്സിന് ഒരേ ഇമേജ് വരാം. പക്ഷേ എയിലെ ഒരു എലമെൻറ്റിന് 2 ഇമേജ് വരാൻ പറ്റത്തില്ല. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പറയാം ഇത് ഫങ്ഷൻ എന്ന് പറയാം. കാരണം ഇതാണ് സെൻസ് 2 3 4 ഹാസ് യൂണീക്ക് ഇമേജസ്. അപ്പോൾ therefore it is a function. this relation R is a function എന്ന് പറയാം. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് എന്ന് പറയാം. അടുത്ത നിങ്ങൾക്ക് തന്നെ പറയുന്ന പോലെയാണ് 2 2 2 4 3 3 4 4. ഇവിടെ 2ന് 2 ഇമേജസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല എന്ന് പറയാം. ശരി, since 2 has 2 different images 2 and 4, therefore it is not a function എന്ന് പറയാം. this relation is not a function. മൂന്നാമത്തെ നോക്കിയേ 1 2 2 3 3 4 4 5 5 6 6 7. ഇവിടെ അറിയാം 1 2 3 4 5 6 ആണ്. ഫസ്റ്റ് എലിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് എലിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി നമുക്കൊരു സെറ്റൂടെ തരികയാണെങ്കിൽ നമ്മൾ നോക്കണം ആ സെറ്റിലെ എല്ലാ എലമെൻറ്റും ഫസ്റ്റ് എലമെൻ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം നോക്കരുത്. ഒരു സെറ്റൂടെ തരികയാണെങ്കിൽ നമ്മൾ ആ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും, ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും ആ ഫസ്റ്റ് എലമെൻ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് let n be the set of natural numbers and the relation R be defined on n such that R is equal to set order over xy such that y is equal to 2x, xy belongs to n. What is the domain, codomain and the range of R? Is this relation a function? ഇപ്പോൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കാണ് R. അവിടുത്തെ എലമെൻറ്റ്സിൻ്റെ ഫോം ഓർഡർ പെർ എക്സ് വൈ ആണ്. പക്ഷേ വൈ എന്ന് പറയുന്നത് 2x ആണ്. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ഡബിൾ ആണ്. ആ എക്സും വൈയും അവിടെ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ അവിടെ നാച്ചുറൽ നമ്പറാണ്. ഇപ്പോൾ നമ്മൾ എയ്ക്കും ബിക്കും പകരം n എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ച് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ റിലേഷൻ ഫങ്ഷൻ ആണോ എന്നുകൂടി നോക്കണം. നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ 1 കൊടുത്താൽ എക്സിന് 1 കൊടുത്താൽ കിട്ടുന്ന വാല്യൂ 2 ആണ്. 2 കൊടുത്താൽ 4, 3 കൊടുത്താൽ 6, 4 കൊടുത്താൽ 8, അങ്ങനെ ആ എലമെൻറ്റ്സ് ആണ് കിട്ടും. ഒരിക്കലും ഈ എന്നിലെ ഒരു നാച്ചുറൽ നമ്പറിന് 2 ഇമേജ് വരത്തില്ല. അപ്പോൾ ഇത് ഫങ്ഷനാണ്, അത് നമുക്ക് പറയാൻ പറ്റും. അത് കൂടാതെ പറയുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ്. നാച്ചുറൽ നമ്പറാണ് കൊടുക്കുന്ന, ഏത് വാല്യൂം കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്ന വാല്യൂസാണ് യഥാർത്ഥം നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പർ തന്നെയാണ് എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ സെറ്റ് ഓഫ് കോഡൊമൈൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. ഇത് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? നാച്ചുറൽ നമ്പറിലോട്ട് തന്നെ. അപ്പോൾ കോഡൊമൈൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. പക്ഷേ റേഞ്ച് ശ്രദ്ധിക്കണം. 1 കൊടുത്താൽ കിട്ടുന്നത് 2 ആണ്, 2 കൊടുത്താൽ 4 ആണ്, 3 കൊടുത്താൽ 6 ആണ്, 4 കൊടുത്താൽ 8 ആണ്, 5 കൊടുത്താൽ 10 എക്സെട്ര. ആ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് നമ്മൾ പറയുന്ന പോലെയാണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് പറയാം. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇൻഫിനിറ്റി സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് എഴുതേണ്ടി വരും. എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. R is equal to ആ സെറ്റ് എഴുതി എക്സെട്ര ഇട്ടാൽ മതി. അപ്പോൾ നമുക്കത് നോക്കി പറയാൻ പറ്റും. ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഒക്കെ ആരാണെന്ന് പറയാം. പിന്നെ നമുക്ക് പറയാം ഇത് ഫങ്ഷനാണ്. കാരണം എന്നിൻ്റെ എല്ലാ എലമെൻറ്റ്സും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് എന്നിൽ തന്നെ കാണും. ഇല്ല, അതിൻ്റെ ഡബിൾ ആകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം സിൻസ് എവരി നാച്ചുറൽ നമ്പർ n ഹാസ് only one and only one image. ഇല്ലേ, ഏതൊരു നാച്ചുറൽ നമ്പറിനും അവിടെ ഒരു ഇമേജ് കിട്ടും. ദിസ് റിലേഷൻ അതുകൊണ്ട് പറയാം ദിസ് റിലേഷൻ ഈസ് എ ഫങ്ഷൻ എന്ന് പറയാം.
നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാവുന്ന കാര്യമേ ഉള്ളൂ. ഒരിക്കലും രണ്ട് നാച്ചുറൽ നമ്പറിന് ഒരേ ഇമേജ് വരത്തില്ല. കാരണം ഡബിൾ ആയതുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ 5-ൻ്റെയും 10-ൻ്റെയും ഡബിൾ ഒരേ നമ്പർ വരത്തില്ല. അതുപോലെ ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് നമുക്കിതൊരു റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 1 2 3 0 -1 -1 -3 ബി എ ലീനിയർ ഫംഗ്ഷൻ പെർ സെഡ് ടു സെഡ്. ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ഈ എഫ് എന്ന് പറയുന്ന ഒരു ലീനിയർ ഫംഗ്ഷനാണ്. എവിടെ നിന്ന് എങ്ങോട്ടുള്ള ലീനിയർ ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷനാണ് ആദ്യം മനസ്സിലാക്കുക. അത് ഇൻറ്റിജറിൽ നിന്നും ഇൻറ്റിജറിലോട്ട് തന്നെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ പറയുന്നത് ഫൈൻഡ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ്റെ ഡിഗ്രി 1 ആവുന്നതിനാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതിനകത്തൊരു വേരിയബിൾ വരുവാണെങ്കിൽ, ഇപ്പം എക്സ് വരികയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കണം. ഇപ്പം നമ്മളിവിടെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇപ്പം y = ഒരു ലീനിയർ ഇക്വേഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എലമെൻറ്റ്സിൻ്റെ ഫോം ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഓർഡേർഡ് പെയർ XY ആണ്. XY എന്ന് വരുവാണെങ്കിലും y = ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു y = ഒരു mx + c എന്ന രീതിയിൽ. നമുക്ക് m എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ ഏത് ഇക്വേഷൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ എക്സിൻ്റെ കൂടെ വന്ന നമ്പർ നമുക്കറിയത്തില്ല, അതിന് ശേഷം ആഡ് ചെയ്തേക്കുന്ന നമ്പർ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഇങ്ങനെയാണ് given f is a linear function, therefore f is of the form f of x = mx + c അല്ലെങ്കിൽ y = mx + c നിർത്താനും മതി. നമ്മൾ നേരത്തെ പറഞ്ഞ y = f of x, y-യും f of x ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് ഇവിടെ f of x = mx + c എന്ന് എടുക്കുന്നു. അപ്പോൾ ഇത് എക്സിൻ്റെ കൂടെ വരുന്ന നമ്പറാണ്. അത് നമുക്കറിയത്തില്ല. അത് ആഡ് ചെയ്തേക്കുന്ന നമ്പറാണോ അത് നമുക്കറിയത്തില്ല. എപ്പോഴും ലീനിയർ ഇക്വേഷൻ പറയുമ്പോൾ ഈ ഫോമിലായിരിക്കും. എക്സ് അതിൻ്റെ കൂടെ നമ്പർ ആവാം, ചിലപ്പോൾ ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നിർബന്ധമില്ല. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ല ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആകെ തന്നിരിക്കുന്നത് ഇങ്ങനൊരു റിലേഷനാണ്. ഇപ്പോൾ ഇവിടെ ഇന്നും എമ്മും സിയും കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഒന്നാമത്തെ എലമെൻറ്റ് 1 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, സെക്കൻഡ് എലമെൻറ്റും 1 ആണ്. ഈ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ എക്സിന് പകരം കൊടുക്കുന്നത്. സെക്കൻഡ് എലമെൻ്റാണ് എഫ് ഓഫ് എക്സിന് പകരം അല്ലെങ്കിൽ വൈക്ക് പകരം കൊടുക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സിൻസ് 1 1 belongs to എഫ്, ഈ എഫിലെ ഒരു എലമെൻ്റാണ് 1 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് 1. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എക്സിന് പകരം 1 കൊടുക്കാം, സെക്കൻഡ് എലമെൻറ്റ് എഫ് ഓഫ് എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ 1 = ഇങ്ങനെ പറയാം, എഫ് ഓഫ് 1 = 1 എന്ന് പറയാം. ഈ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് എലമെൻ്റാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സിന് പകരം 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഇന്നും ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ m × 1 + c എന്ന് നമുക്ക് എഴുതാം. എന്ന് വെച്ചാൽ m + c = 1 എന്ന് പറയാം. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന്. ഇനി അടുത്ത എലമെൻ്റ് എടുക്കാം, 2 3 വേണം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. 0 - 1 belongs to f എന്ന് പറയാം. 0 - എടുക്കുകയാണെങ്കിൽ എക്സിന് 0, വൈക്ക് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന് -1 ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. എഫ് ഓഫ് 0 = -1 എഴുതാം. എഫ് ഓഫ് 0 = -1. ഇനി എക്സിന് 0 കൊടുത്ത് നോക്കിയേ. ഈ 0 കൊടുക്കുമ്പോൾ ഇവിടെ ഈ പോർഷൻ 0 ആയി മാറും. c = -1 എന്ന് കിട്ടും. എന്തോ വേണേൽ നമുക്ക് ഇതെടുക്കാമായിരുന്നു. ഇതെടുക്കുകയാണെങ്കിൽ എമ്മിലും സിയിലുള്ള പുതിയൊരു ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ കിട്ടും. എന്നിട്ട് അത് രണ്ടുകൂടെ സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ അതല്ല, എക്സിൻ്റെ ടൈം 0 ആയി പോകുന്നതുകൊണ്ട് സി മാത്രം വരും. അതുകൊണ്ട് അവ പെട്ടെന്ന് സി കിട്ടും. എന്നിട്ട് അപ്പോൾ സി കിട്ടി, ആ വാല്യൂ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുക. ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും, എമ്മിൻ്റെ വാല്യൂ കിട്ടും. അതാണ് 1 ഇംപ്ലൈസ് m + ഇതിന് പകരം -1 = 1. ഈ -1 അപ്പുറത്ത് പോയാൽ +2 ആയി മാറും. അതുകൊണ്ട് m = 2 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ -1, എമ്മിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെ പറയാം? 2x - 1 എന്ന് പറയാൻ പറ്റും. ഹെൻസ് എഫ് ഓഫ് എക്സ് = 2x - 1. വെച്ചാൽ നമ്മൾ ആ ഇക്വേഷൻ ഒരു പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ലീനിയർ ഫംഗ്ഷൻ ആണ് പറഞ്ഞുകൊണ്ട് ആ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നതാണ് ചെയ്യുന്നത്.
അത് എപ്പോഴും ഇതേപോലെ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ mx+c എന്ന രീതിയിൽ എടുക്കുക. ഇനി ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ നമുക്ക് a²+bx+c എന്ന ഫോമിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതാണെങ്കിൽ പക്ഷെ നമുക്ക് അത്രയും ചോദിക്കുന്നില്ല. നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതും ഇതേപോലുള്ള ലീനിയർ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ശ്രദ്ധിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലം തന്നെയാണിത്. ശ്രദ്ധിക്കുക. അത് അടുത്ത ക്വസ്റ്റ്യൻ. Find the domain of the function f of x equal to s²+3x+5 by s²-5x+4. ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി പറയാം XY എന്ന് കൊടുക്കുമ്പോൾ ആ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കണം, നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ആ എക്സിന് കൊടുക്കുന്ന വാല്യൂസിനെയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആ സെറ്റിനെയാണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡൊമെയിനാണ്. ഇപ്പോൾ എക്സിന് ഡൊമെയിൻ പറഞ്ഞു. ഇപ്പോൾ ഇനി എങ്ങനെ ഈ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം? അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന കേസെല്ലാം നമ്മൾ കൊടുക്കുന്ന റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇത് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം റിയൽ നമ്പേഴ്സാണ്. നമ്മൾ റിയൽ ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില വാല്യൂസ് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ ഒരു കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഡൊമെയിൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ റിയൽ നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം. പക്ഷേ 1 കൊടുത്ത് നോക്കി, 1 കൊടുത്താൽ ഇവിടെ 1², ഇവിടെ 1 + 3 + 5 എന്നാണ്. അപ്പോൾ നമുക്ക് 9 കിട്ടും. ഇവിടെ 1 - 5 + 4. അപ്പോൾ ഇവിടെ 0 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 9/0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അവിടെ ആ ഡൊമെയിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? 1 കൊടുക്കാൻ പറ്റില്ല. അതുപോലെ വേറെ ഈ നമ്പേഴ്സ് കാണും. അത് നമ്മൾ ഡിനോമിനേറ്ററിൽ നോക്കിയാൽ മതി. ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആയതുകൊണ്ട് 2 നമ്പർ നമുക്ക് ഇതേപോലെ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരും. ഈ ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി, ന്യൂമറേറ്റർ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഡിനോമിനേറ്റർ 0 വരുന്ന കേസാണ് നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ 2 വാല്യൂസ് വരും നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഒരു ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ 1 വാല്യൂസേ വരത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്നെടുക്കണം. ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്നെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ആ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഞാനിവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ എളുപ്പമാണ് നമുക്ക് ഉപയോഗിക്കാൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, s²ൻ്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 1 ആവുന്ന കേസിൽ ഞാൻ പറയുകയാണ് s²ൻ്റെ കോഎഫിഷ്യന്റ് 1 ആവുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായാലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ എത്ര സൊല്യൂഷൻ വരും? 2 എണ്ണം വരും. എക്സിന് 2 വാല്യൂസ്. ആ 2 വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ -5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം കിട്ടണം. എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം ഇതാണ്. ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പറും ഇൻറ്റു ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്തേക്കുന്ന കോൺസ്റ്റൻ്റ് ടേമുമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സിന് 2 വാല്യൂ എടുക്കുന്നു. അത് ആഡ് ചെയ്യുമ്പോൾ -5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 4ഉം കിട്ടണം. അപ്പോൾ ഇവിടെ അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇത് പോസിറ്റീവ് ആയാൽ 2 വാല്യൂ നെഗറ്റീവ് കിട്ടിയേ പറ്റും. ഈ ടേം പോസിറ്റീവ് ആണെങ്കിൽ 2 വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അത് ഏതാണെന്ന് ചോദിച്ചാൽ -4ഉം -1ഉം ആയിരിക്കും. നമുക്ക് നോക്കാൻ അറിയാൻ എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +4ഉം ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടണമെങ്കിൽ -4ഉം -1ഉം വന്നേ പറ്റൂ. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം -5 ആണ്, ഇൻറ്റു ചെയ്യുമ്പോൾ +4 ആണ്. അപ്പോൾ ഇവിടെ ഈ കോൺസ്റ്റന്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കിട്ടുന്ന 2 നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ വാല്യൂസ് ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഉണ്ടോ? ഇതിനെ x-4 ഇൻറ്റു x-1 = 0 എന്ന് എഴുതാം. x-4 ഇൻറ്റു x-1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇതേ ഇൻറ്റു ഇത് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം x-4 = 0 ഓർ x-1 = 0 എന്ന് പറയാം.
അപ്പോൾ അവിടെ ഇന്നും എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇന്നും 4ഉം ഇവിടെ ഇന്നും 1ഉമാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് കൊടുത്താൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതിന് മുമ്പ് എക്സാമ്പിൾ ഒന്ന് ഞാൻ കാണിച്ച 1 കൊടുത്തപ്പോൾ ഇവിടെ 0 ആണ്, 4 കൊടുക്കുമ്പോഴും ഇത് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഒഴിച്ച് ബാക്കി ഏത് കൊടുത്താലും അത് ഡിഫൈൻഡ് ആയിരിക്കും. ഏത് റിയൽ നമ്പേഴ്സിൽ അത് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂ എവിടെ നിന്ന് കുറച്ച് പറഞ്ഞാൽ മതി, റിയൽ നമ്പേഴ്സിന് കുറച്ച് പറഞ്ഞാൽ മതി, അതായിരിക്കും അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ദി function f is defined for all real numbers except at x is equal to 4 and x is equal to 1 എന്ന് പറയാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കുണ്ടെങ്കിൽ ഈ 4 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ കിട്ടുന്നത് ഇവിടെ 16 - 20 + 4, അപ്പോൾ 20 - 20 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂ ഇനി ഏത് കൊടുത്താലും നമുക്ക് അതേ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിനോമിനേറ്ററിലെ ഈ വരുന്ന ഫംഗ്ഷൻ അനുസരിച്ചായിരിക്കും നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ ആണെങ്കിൽ 2 വാല്യൂസും, ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ 1 വാല്യൂസും നമ്മൾ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഡൊമൈൻ പറയുമ്പോൾ r - set 14 എന്ന് പറഞ്ഞാൽ മതി. ആറിൽ നിന്ന് ആ സെറ്റ് 14 കുറയ്ക്കുക. സെറ്റ് 14 എന്ന് പറയുമ്പോൾ ഈ 2 എലമെൻറ്റ് മാത്രം കുറച്ചാൽ മതി. ഇതിന് പകരം നമ്മൾ ഇൻ്റർവെല് വല്ലതും ആണെങ്കിൽ ഓപ്പൺ ഇൻ്റർവെല്ലോ ക്ലോസ്ഡ് ഇൻ്റർവെല്ലോ ആണെങ്കിൽ തെറ്റാണ്. ഈ 2 വാല്യൂസും മാത്രം കുറയ്ക്കുന്നതിന് r - set 14 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത എൻ്റെ അസൈൻമെൻറ്റാണ്. നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ട് നമ്മൾ അടുത്ത വർഷം പഠിക്കും. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.